പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ആക്സിഡന്റ് നടന്ന ഉടനെ ഞാൻ അറിഞ്ഞ ഉടനെ ഇവിടെ സ്ഥലത്തെ ലോക്കൽ SP കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു, RTO എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ കാരണം എന്തൊക്കെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. പ്രൈമ ഫേസി അറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മീഡിയം ഗൂഡ്സ് വെഹിക്കിൾ എന്ന് പറയാം. ടിപ്പറിലെ കാറ്റഗറീസ് ഉണ്ട്. മീഡിയം ഗൂഡ്സ് വെഹിക്കിൾ 407 പോലത്തെ സ്വരാജ് മസ്ദയാണ്. ഒരു 16 ഇയേഴ്സ് കഴിഞ്ഞ ഒരു വാഹനമാണ്. 16 ഇയേഴ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിറ്റ്നസ് എല്ലാ വർഷം നടത്തേണ്ട ഒരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഈ വർഷം ഏപ്രിൽ മാസം തന്നെ ഫിറ്റ്നസ് ക്ലിയർ ചെയ്ത വണ്ടിയാണെന്ന് നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കണ്ട സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ വണ്ടിയുടെ ഫിറ്റ്നസ് അത്ര പോരാ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. എസ്പെഷ്യലി ടയർസ് ആണെങ്കിൽ ഫ്രീക്വന്റ്ലി മാറ്റുന്ന ഒരു കാര്യമാണ്. ഇൻ ജനറൽ ബോഡി സിറ്റുവേഷൻ ഒക്കെ കാണുമ്പോൾ ഒരു ആക്സിഡന്റ് വണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടി വരും. ഈ വെഹിക്കിൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഈ ആക്സിഡന്റിന്റെ കാരണം എന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വെദർ ഫിറ്റ്നസ് വാസ് ഗിവൻ കറക്റ്റ്ലി ഓർ നോട്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, പിന്നെ ഈ ഡ്രൈവറിന്റെ ഫാക്ടേഴ്സ് കൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ ഡ്രൈവർ ഇന്നലത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, രാവിലത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു, വെദർ ഹി വാസ് സ്ലീപ്പിംഗ് പ്രോപ്പർലി, വെദർ ഹി വാസ് ഡ്രൈവിംഗ് കണ്ടിന്യൂസ്ലി എന്നുള്ള ഫാക്ടേഴ്സ് കൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സോ വെഹിക്കിൾ ഫാക്ടേഴ്സ്, ഡ്രൈവർ ഫാക്ടേഴ്സ് മാത്രമല്ല, ഈ റോഡ് കണ്ടീഷൻസ് കൂടി നമ്മൾ നോക്കുകയാണ്. അവിടുത്തെ ഒരു ഇറക്കം റോഡ് എന്ന് പറയുന്നു, ഒരു ചെറിയ ടേർണിംഗ് കൂടെ ഉണ്ടോ, ഇറക്കമുണ്ടോ, ആ ഒരു വിഡ്ത്ത് ഓഫ് റോഡിലെ സ്പീഡായിട്ട് വണ്ടികൾ പോകാൻ പാടില്ല എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ വണ്ടി ഓവർ സ്പീഡ് ആയിരിക്കണം. ഓവർ സ്പീഡ് ആണെങ്കിലേ ഈ ഒരു നിയന്ത്രണം തെറ്റിയിട്ട് വണ്ടി ഇങ്ങനെ സൈഡിലൂടെ പോകാൻ സാധ്യത ഉണ്ട്. വേറെ ഒരു ഫാക്ടർ നമ്മൾ ശ്രദ്ധിച്ചത്, അവിടെ ഒരു ബൈക്ക് കൂടെ ഇൻവോൾവ് ആണ്. ഒരു ബൈക്ക് റൈഡർ കൂടെ ഇതിൽ മരിച്ചിട്ടുണ്ട്. ഈ ബൈക്ക് ഈ സീനിലോട്ട് എങ്ങനെ എത്തി എന്നുള്ള കാര്യം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഒരു കോംപ്രിഹെൻസീവ് 360 ഡിഗ്രീസ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ചെയ്തിട്ട് നടപടിയെടുക്കും. നോട്ട് ഓൺലി അഗെയിൻസ്റ്റ് ദ ഒഫൻഡേഴ്സ് ബട്ട് എനി അതർ പ്രോബ്ലം വിത്ത് ദ ഫിറ്റ്നസ് ഇറ്റ് സെൽഫ് വി വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് പീപ്പിൾ കൺസേൺ if we find that the fitness was wrongly given. So it will be a very comprehensive action very soon. Preventive ആയിട്ട് ഇനി നമുക്ക് ശരിക്കും ഓൾറെഡി ഓരോ ജില്ലയിലെ ടിപ്പർ ലോറീസിന്റെ ടൈമിങ്സ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2018 ജിയോ പ്രകാരം അതായത് ജില്ലയുടെ പ്രൊഫൈൽ അനുസരിച്ചാണ് അവിടെ തീരുമാനം എടുത്തത്. ആ ഒരു തീരുമാനം റോഡ് സേഫ്റ്റി കൗൺസിലും കലക്ടറും ഒക്കെയാണ് 2018 കഴിഞ്ഞിട്ട് തീരുമാനിച്ചത്. പക്ഷെ ആ ടൈമിങ്സിന്റെ പുറത്താണ് ഈ ഒരു സംഭവം ആണെങ്കിലും അതൊരു ഓവർ സ്പീഡിനെ ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് അത് ഇല്ലീഗൽ തന്നെയാണ്. എ വെഹിക്കിൾ വിച്ച് ഷുഡ് നോട്ട് ഓവർ സ്പീഡ്, ഇറ്റ് ഷുഡ് നോട്ട് ഓവർലോഡ് എന്നുള്ളതാണ്. സോ ഗ്രോസ് ലാഡൻ വെഹിക്കിളിനേക്കാൾ കൂടുതൽ ഒരു വെയിറ്റ് ഓവർലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽ വെട്ടിയിട്ടുണ്ട്. സോ വി വിൽ ലോഞ്ച് എ വെരി സ്ട്രോങ് ആക്ഷൻ അഗെയിൻസ്റ്റ് സച്ച് വയലേഷൻസ്. ഇത് മാത്രമല്ല, ഇനി നമ്മുടെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്സ് ഇന്നലെ തന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് നമുക്ക് ടൈമിങ്സ് എങ്ങനെ തീരുമാനിക്കണം, ഈ സ്ക്വാഡിന്റെ എൻഫോഴ്സ്മെന്റ് എങ്ങനെ നമുക്ക് ഒന്നുകൂടെ വിപുലീകരിക്കണം എന്നുള്ള ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വി വിൽ മേക്ക് ജോയിന്റ് എഫേർട്സ് വിത്ത് പോലീസ്. ബിക്കോസ് നമ്മുടെ പോലീസ് സ്ട്രെങ്ത് കൂട്ടിയാലേ 24/7 ചെയ്യാൻ പറ്റുള്ളൂ. We are not like police stations. We are in one district, we have a few officers of enforcement and they are also busy in CF test and driving test. So our enforcement strength we will try to focus along with police on vehicle checking, especially that such heavy vehicles. Especially early in the mornings aana ee oru sambhavam aanengil maybe we have to focus more on early mornings. And driver inde profiles kuda nammal onu check cheyanda avashyamund. വെൻ ഈ ലോറി ഓണേഴ്സ്, ടിപ്പർ ഓണേഴ്സ് എങ്ങനത്തെ ഡ്രൈവേഴ്സിനെ എംപ്ലോയ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ ഒരു ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അവരുടെ പ്രൊഫൈൽ എന്താണ്, ദെയർ എക്സ്പീരിയൻസ്, അവരുടെ ലൈസൻസ് എപ്പോൾ എടുത്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അവരുടെ മെന്റൽ സ്റ്റേറ്റ് കൂടെ ആവശ്യമാണ്. എത്ര നല്ല ഡ്രൈവർ ആണെങ്കിലും അവർക്കൊരു കണ്ടിന്യൂസ് ഡ്രൈവിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഇവിടെ അറിയില്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ സ്ട്രെസ്സോ ഉണ്ടെങ്കിൽ അതിൽ ഡ്രൈവിംഗിന്റെ ഹാബിറ്റ്സിൽ അതിനെ കാണാൻ പറ്റും. സോ വി വിൽ ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ് വെരി വെരി കോംപ്രിഹെൻസീവ്ലി. വി ഹാവ് ടു അഡ്രസ് എവറി ഫാക്ടർ ഹിയർ. സോ ദാറ്റ്സ് വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു.
സമയങ്ങൾക്ക് മുമ്പ് ടിപ്പർ ഓടിക്കുന്ന ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ സംഭവം എനിക്ക് ടൈമിങ്ങിന്റെ അത്ര വലിയ പ്രശ്നം അല്ല. ഈ പ്രശ്നം ഈസ് അബൌട്ട് ജനറൽ ഓവർ സ്പീഡിംഗ് ടു റീച്ച് എ ഡെസ്റ്റിനേഷൻ എന്ന പോലെ തോന്നുന്നു കണ്ടാൽ. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടൈമിങ്സ് വി മേ ഹാവ് ടു ടേക്ക് എ ലുക്ക്. ഇപ്പോൾ നമ്മുടെ ടൈമിംഗ് അങ്ങോട്ട് ഇങ്ങോട്ടാക്കി അതിന് മുമ്പ് ഓടിക്കും. സോ വെനെവർ വി ഗിവ് എ വിൻഡോ ഓഫ് റെസ്ട്രിക്ഷൻ പീപ്പിൾ വിൽ ട്രൈ ടു അവോയ്ഡ് ദാറ്റ് വിൻഡോ. So it is not just about the window, it is about the driving culture. So recently we have discussed this. It's not we should focus on more on enforcement and their compliance. എപ്പോൾ ഓടിച്ചാലും 5 മണിക്ക് 6 മണിക്ക് വൈകുന്നേരം ഓടിച്ചാലും ഇവർ ഓവർ സ്പീഡ് പാടില്ല. സ്കൂൾ ടൈം കഴിഞ്ഞു ഞാൻ പാഞ്ഞു പോവാം എന്ന പോലെയല്ല. ബിക്കോസ് there are other road users on the road. Whatever time you are driving, it has to be within the limits, and driver has to be in proper mental condition. The vehicle has to be in a fit condition. So these are the three things we should ensure that is possible. സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ 8:30 കൊല്ലം ജില്ലയിൽ നൽകിയിരിക്കുന്ന സമയം. ഇപ്പോൾ സ്കൂളുകളുടെ സമയം 7 മണി മുതൽ സ്കൂൾ വാഹനങ്ങൾ വരികയും കുട്ടികളെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ റോഡിലാണ് ഈ കുട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സമയം വെച്ചൊരു പരിഷ്കരണം നടത്തേണ്ടത് അത്യാവശ്യമല്ല. ഒന്നുകിൽ സ്കൂൾ വാഹനങ്ങളുടെ സമയം അല്ലെങ്കിൽ ടിപ്പറുകളുടെ സമയം. ശരിയാണ്. കാരണം ഇറ്റ്സ് എ ബാലൻസ്. ഒരുപാട് 2014 ഒരു ജിയോ ഉണ്ടായിരുന്നു. ആ ജിയോ പ്രകാരം അറൌണ്ട് 8 to 10 പിന്നെ 3 to 5 എന്ന ഒരു നിയമം ഉണ്ടായിരുന്നു. പിന്നെ അത് ഡിസ്കഷൻ ആയി. പിന്നെ ഓരോ ജില്ലയിൽ ഓരോ പ്രൊഫൈലാണ്. എല്ലാ സ്ഥലത്ത് 1 മണിക്കൂർ പോരാ, 2 മണിക്കൂർ പോരാ എന്നുള്ള ഒരു ഡിസ്കഷൻ വന്നായിരുന്നു. സോ ഡിസ്ട്രിക്ട് പ്രൊഫൈൽസ് നോക്കിയിട്ട് അവിടെ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് 2018 ഒരു ജിയോ വന്നു. ആ ജിയോ പ്രകാരമാണ് അതാത് ജില്ലാ കളക്ടർമാർ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ച ടൈമിങ്സ് ആണ്. ബിക്കോസ് എവറി ഡിസ്ട്രിക്ട് ഹാസ് എ ഡിഫറെന്റ് പ്രൊഫൈൽ. സ്കൂൾ സോൺസ് ആണെങ്കിലും അവിടുത്തെ സോയിൽ കണ്ടീഷൻസ് ആണെങ്കിലും അവിടുത്തെ റിക്വയർമെന്റ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദീസ് വെഹിക്കിൾസ് ആണെങ്കിലും ഇൻഡസ്ട്രി മാറ്റേഴ്സ് ആണെങ്കിലും. സോ അതിനെ വെച്ചിട്ടാണ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് തയ്യാറാക്കി നമ്മൾ ടാബുലേറ്റ് ചെയ്തു. അതെല്ലാവർക്കും ഇൻഫോം കൂടി ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ദിസ് ഈസ് നോട്ട് പ്യുവർലി ടൈം ഇഷ്യൂ. This is a culture. I mean, driving culture, the sensitivity of the owner and the driver. ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ അർജന്റ് ആണ് ഈ ലോഡ് അവിടെ എത്തണമെന്ന് പറയുമ്പോൾ ആ അർജൻസി ഷുഡ് നോട്ട് ബി ദ റീസൺ ഫോർ ഓവർ സ്പീഡിങ്. ദ പ്രയോറിറ്റി ഷുഡ് ബി ഗിവൻ ഫോർ സേഫ് ഡ്രൈവിംഗ്. ആ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരണം. സോ അതേപോലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാനുള്ള പണത്തിന്റെ പ്രശ്നമുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കംപ്ലൈന്റ് ആവുന്നുണ്ട്. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. സ്ഥിരമായിട്ടുള്ള പരിശോധന ഇപ്പൊ നടക്കുന്നില്ല. അതിന്റെ പല കാരണങ്ങളുണ്ട്. സോ ഐ വിൽ നോട്ട് ഡിസഗ്രി വിത്ത് യു. പക്ഷേ വി ആർ ഡൂയിങ് അവർ ബെസ്റ്റ്. എൻഫോഴ്സ്മെന്റ് വിങ് എന്ന ഒരു വിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2018-19. ആ വിങ്ങിന്റെ ഉദ്യോഗസ്ഥർ പോലും നമുക്ക് ഇപ്പോൾ ഒരുപാട് ഡ്രൈവിംഗ് ആപ്ലിക്കേഷൻസ് എണ്ണം കൂടി. CF ടെസ്റ്റ് എന്തായാലും ചെയ്യണം. ഡ്രൈവിംഗ് ആപ്ലിക്കേഷൻസിന്റെ എണ്ണം കൂടുമ്പോൾ അത്രയും ഉദ്യോഗസ്ഥർ വി ആർ ഫോക്കസിങ് ഹൗ ടു ഡിസ്പോസ് വിതൗട്ട് പെൻഡൻസി. കാരണം ഒരുപാട് വെയിറ്റിംഗ് നടക്കുകയാണ്, ക്യൂ നടക്കുകയാണ്. ഒരു ലേണേഴ്സ് ലൈസൻസിന്റെ ടൈമിംഗ് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്യാനും ഒരുപാട് മാസങ്ങളോളം ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു പരിസ്ഥിതി വരുമ്പോൾ വി ആർ യൂസിങ് ദ ഹോൾ സ്ട്രെങ്ത് വി ഹാവ് ടു ഡിസ്പോസ് ദ ഡ്രൈവിംഗ് ടെസ്റ്റ്. അതുകൊണ്ട് ഒരു റോഡ് എൻഫോഴ്സ്മെന്റ് എന്നുള്ളത് കുറച്ച് ഫോക്കസ് കുറയുന്നുണ്ട്. But we recently government has created some posts also. Adinde post creation promotions ഒക്കെ നടക്കാണ്. So we will try to do our best. But what I'm thinking is it's not just about strength. Police and MVD have to work together here because police department is widely spread. There are 20-30 police stations in every district. Whereas MVD is a very small setup and only officer oriented setup ana. So that's why structurally we are a different department. We are more focused on technical details than on road enforcement. So we have to work together with enforcement agencies. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.